വെച്ചാൽ ഇന്ന് വരെ രാവിലെ എണീക്കുന്നതേ സ്കൂളിൽ പോകണം, അപ്പോഴേക്ക് വീട്ടിലെ പണികളൊക്കെ തീർക്കണം, എല്ലാ ചുറ്റുപാടുകളും കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് 91 ഞാൻ ആദ്യം OHS-ലും പിന്നെ അവിടെ നിന്നിട്ട് OLP-ലും പിന്നെ OUP ആയപ്പോൾ OUP സ്കൂളുമായിട്ട് 35 വർഷം പിന്നിട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള റൂട്ടീനാണത്. രാവിലെ എണീക്കുമ്പോൾ എല്ലാ പണിയും തീരണം. ടെൻഷനായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുക. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെക്കേഷൻ ആയി കഴിഞ്ഞാലും വെക്കേഷൻ കോഴ്സ്, ഹയർ സെക്കൻഡറിയുടെ എക്സാം ഡ്യൂട്ടി, എലക്ഷൻ ഡ്യൂട്ടി, അങ്ങനെ 100 നൂലാമാലകളാണ് ടീച്ചേഴ്സ് സംബന്ധിച്ചിട്ടുള്ളത്. സന്തോഷമുള്ളത് ഇനിയിപ്പോൾ അതൊന്നുമില്ല, ഫ്രീ ആണ്. ഇനി മുതൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അതേസമയം ഇനിയിങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ എന്നാലോചിക്കുമ്പോഴുള്ള നല്ല സങ്കടമുണ്ട്. നമ്മളെ ആ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നേരിട്ട് മാറിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്നുള്ളത്. അതുകൊണ്ടുള്ള ഒരു സങ്കടമുണ്ട്. എന്തായാലും ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് ഈ കൂട്ടത്തിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുള്ള പ്രവണത എന്താ വെച്ചാൽ, ഒരു 5-6 വർഷമായിട്ട് ഞാനൊരു 20-21 വർഷത്തിൽ സർവീസ് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികളെ ഉപ്പമാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെയൊക്കെ കുറേ ആൾക്കാരെ ഉപ്പമാർ ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയും ജീവിതത്തിൽ ഏറെക്കുറെ ജോലിയോട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ കുറേ വിഷയന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ സങ്കടമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി പറയാണ്. കാരണം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളുടെ കുട്ടികളാണ്. അത് പിന്നെ അവരോട് ദേഷ്യണ്ടായിട്ടല്ല അടിക്കുന്നതും ചീത്ത പറയുന്നതും. ഇവിടെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, രക്ഷിതാക്കളായിട്ട്. അതുകൊണ്ടുകൂടി പറയാണ്. പിന്നെ കൂടുതലായി പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെ. അപ്പോൾ ഇനിയുള്ള ശിഷ്ടജീവിതം നല്ലതാവട്ടെ എന്ന് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അസ്സലാമു അലൈക്കും.